അപ്പം ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഒരുവിധം കമ്പനീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു വേ ഓഫ് മാർക്കറ്റിംഗ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഇന്നുള്ളത് ഒരു ഡിജിറ്റലൈസേഷൻ എറയാണ്. അതുകൊണ്ട് തന്നെ ഒരുവിധ എല്ലാ കമ്പനികൾസും ട്രഡീഷണൽ മാർക്കറ്റിംഗ് വിട്ടിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് മാറുന്ന ഒരു രീതിയാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ്, അതേപോലെ തന്നെ സെർച്ച് എഞ്ചിൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റും സർവീസും എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ട്രെൻഡ് പറയാനാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഒരുവിധം കമ്പനീസ് എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എല്ലാം പല കമ്പനീസിൻ്റെ വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് എത്തിക്കാൻ പറ്റും. അതിപ്പോൾ ഒരു ഗ്ലോബൽ ഓഡിയൻസ് ആയിക്കോട്ടെ, നമുക്കൊരു നിഷ് മാർക്കറ്റ് അല്ല നമ്മൾ അവിടെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഗ്ലോബൽ ഓഡിയൻസിനെയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ട്രെൻഡ് എന്ന് പറയുന്നത്.